السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقترب للناس حسابهم وهم في غفلة معرضون. ما يأتيهم من ذكر من ربهم محدث إلا استمعوه وهم يلعبون. لاهية قلوبهم وأسروا النجوى الذين ظلموا هل هذا إلا بشر مثلكم أفتأتون السحر وأنتم تبصرون. قال ربي يعلم القول في السماء والأرض وهو السميع العليم. بل قالوا أضغاث أحلام بل افتراه بل هو شاعر فليأتنا بآية كما أرسل الأولون. ما آمنت قبلهم من قرية أهلكناها أفهم يؤمنون. وما أرسلنا قبلك إلا رجالا نوحي إليهم فاسألوا أهل الذكر إن كنتم لا تعلمون. وما جعلناهم جسدا لا يأكلون الطعام وما كانوا خالدين. رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ ഇമാം മുസ്ലിം അവിടുത്തെ 803 നമ്പറായി ഹദീസായി രേഖപ്പെടുത്തിയ ഒരു ഹദീസ്, അവിടെ വിശുദ്ധ ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമറിയിക്കുന്ന, പ്രത്യേകിച്ച് പള്ളികളിലേക്ക് ഖുർആൻ പഠനത്തിന് വേണ്ടി യാത്ര ചെയ്തു വരുന്ന ആളുകളെ സംബന്ധിച്ച് പറയപ്പെട്ട ഒരു ഹദീസാണ്. അൻ ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഖാല ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനഹ്നു ഫി സുഫ. ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അദ്ദേഹം പറയാണ്, ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനഹ്നു ഫി സുഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ സുഫയിലായിരിക്കെ, സുഫ എന്ന് പറഞ്ഞാൽ അഹ്ലു സുഫ നമ്മൾ കേട്ടിട്ടുണ്ട്,
മുഹാജിറുകളിലെ സാധുക്കളായ ആളുകൾ അവര് അഭയം പ്രാപിച്ചിരുന്ന മദീനയിലെ ഒരു ടെന്റ്, തണലുള്ള സ്ഥലത്താണ് നമ്മൾ സുഫ എന്ന് പറയുന്നത്. ആ സുഫയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല, അവിടുന്ന് പറഞ്ഞു, അയ്യുക്കും യുഹിബ്ബു അൻ യഗ്ദുവ കുല്ല യൗമിൻ ഇലാ ബുത്ഹാൻ ഔ ഇലൽ അഖീഖ് ഫയഅതി മിൻഹു ബിനാഖതൈനി കൗമാവൈനി ഫീ ഗൈരി ഇസ്മിൻ വലാ ഖത്തിഅത്തി റഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുഫയിൽ പ്രവാചകൻ സഹാബികളോട് ചോദിക്കാണ്, നിങ്ങളിൽ ആരെങ്കിലും തെറ്റ് ചെയ്യാതെയും കുടുംബബന്ധം തകർക്കാതെയും എല്ലാ ദിവസവും രാവിലെ ബുഹ്താനിലേക്ക്, മദീനക്ക് അടുത്തുള്ളൊരു സ്ഥലമാണ്, അല്ലെങ്കിൽ അഖീഖിലേക്ക്, മദീനയിലെ ഒരു താഴ്വരയാണ്, അവിടെ പോയി വലിയ പൂഞ്ഞയുള്ള 2 ഒട്ടകങ്ങളെ കൊണ്ടുവരാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? നബി സഹാബികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾ അയ്യുക്കും തുഹിബ്ബൂൻ, നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? ഈ സ്ഥലത്ത് പോയിട്ട് 2 പൂഞ്ഞയുള്ള വലിയ ഒട്ടകങ്ങളെ കൊണ്ടുവരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? അപ്പോൾ സഹാബികൾ അത് പറഞ്ഞു. ഫഖുൽന, സഹാബി പറയാണ്, ഞങ്ങൾ പറഞ്ഞു, സഹാബികൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നുഹിബ്ബു ദാലിക്, അതെ ഞങ്ങളത് ഇഷ്ടപ്പെടുന്നുണ്ട്. 2 വലിയ ഒട്ടകം. ഒട്ടകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അറബികൾക്ക് അത്രയും പ്രിയം നിറഞ്ഞതാണ് ഒട്ടകം. അപ്പൊ റസൂലെ ഞങ്ങളത് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാണ്, ഖാല അഫലാ യഗ്ദു അഹദുക്കും ഇലൽ മസ്ജിദ്, നിങ്ങളിൽ ഒരാൾ പള്ളിയിലേക്ക് രാവിലെ പുറപ്പെട്ടു പോവുകയും അങ്ങനെ ഫയഅലമ ഔ യഖറ ആയത്തൈനി മിൻ കിതാബില്ലാഹി അസ്സ വജല്ല ഖൈറുൽ ലഹു മിൻ നാഖത്തൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുക്കാണ്, ഒരാൾ രാവിലെ പള്ളിയിലേക്ക് എന്ത് ചെയ്യാണ്, പുറപ്പെട്ടു പോവുകയും അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് അയാൾ 2 ആയത്ത് പഠിക്കുകയും അല്ലെങ്കിൽ പാരായണം ചെയ്യുകയും ചെയ്താൽ അത് അയാൾക്ക് ഖൈറുൽ ലഹു മിൻ നാഖത്തൈൻ, അയാൾക്ക് 2 ഒട്ടകങ്ങളെ കിട്ടുന്നതിനേക്കാൾ ഉത്തമമാണ് ആ കാര്യം. അയാൾ എന്താ ചെയ്യുന്നത്? രാവിലെ പള്ളിയിലേക്ക് പുറപ്പെടുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ രാവിലെ സുബഹിക്ക് വരുന്നു, എന്നിട്ട് വിശുദ്ധ ഖുർആനിലെ 2 or 3 ആയത്തുകൾ പഠിച്ചുകൊണ്ട് 2 ആയത്തുകൾ അവൻ പഠിക്കുന്നു അല്ലെങ്കിൽ പാരായണം ചെയ്യുന്നു. അവനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവന് ഒട്ടകങ്ങൾ 2 ഒട്ടകങ്ങൾ കിട്ടുന്നതിനേക്കാൾ ഉത്തമമാണ്. ഇനി പ്രവാചകൻ നിർത്തിയില്ല, വസലാസുൻ, ഇപ്പൊ 2 ആയത്ത് എന്നാണല്ലോ പറഞ്ഞത്. അള്ളാന്റെ കിതാബിൽ നിന്ന് 2 ആയത്ത് പഠിക്കുന്ന. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വസലാസുൻ, ഒരാൾ 3 ആയത്തുകൾ പഠിക്കുക അല്ലെങ്കിൽ പാരായണം ചെയ്യുകയും ചെയ്താൽ ഖൈറുൽ ലഹു മിൻ സലാസിൻ, അവൻ എന്ത് ചെയ്തു? അയാൾക്ക് 3 ഒട്ടകങ്ങൾ കിട്ടുന്നതിനേക്കാൾ ഖൈറാണ് ആ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയില്ല, വ അർബഉൻ, 4 ആയത്താണ് അവൻ പാരായണം ചെയ്ത് പഠിക്കുന്നതെങ്കിലോ ഖൈറുൽ ലഹു മിൻ അർബഇൻ, 4 ഒട്ടകങ്ങളെ കിട്ടുന്നതിനേക്കാൾ അത് ഉത്തമമാണ്. വമിൻ അഅദാദിഹിന്ന മിനൽ ഇബിൽ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവൻ ആയത്തുകൾ അധികരിപ്പിക്കുമ്പോൾ, അവൻ പഠിക്കുന്ന ആയത്തുകൾ എത്രയാണോ അവൻ അധികരിപ്പിക്കുന്നത് അതിനനുസരിച്ച് അതിനെന്ത് ചെയ്യാണ്, ഒട്ടകങ്ങളുടെ എണ്ണവും എന്ത് ചെയ്യും, വർദ്ധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇതിലൂടെ കിട്ടുന്നത്, നമ്മളൊരു അള്ളാഹുവിന്റെ കിതാബ്, അള്ളാഹുവിന്റെ കലാം പഠിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങളാണ്. അപ്പോൾ ബുഹ്താനിലേക്ക് അല്ലെങ്കിൽ അഖീഖിലേക്ക് പോയിട്ട് ഒരു കുടുംബബന്ധം തകർക്കാതെ, ഒരു തെറ്റും ചെയ്യാതെ ഒരാൾ എന്ത് ചെയ്തു, അവിടെ പോയിട്ട് നല്ല പൂഞ്ഞയുള്ള വലിയ ഒട്ടകങ്ങളെ അവൻ എന്ത് ചെയ്യാണ്, തിരിച്ചു പോരുമ്പോൾ കൊണ്ടുവരാണ്. അതിനേക്കാളും ഖൈറാണ് എന്ത്, രാവിലെ പള്ളിക്ക് പോയിട്ട് അവിടുന്ന് അവൻ തിരിച്ചു പോരുന്നത് 2 ആയത്തുകൾ പഠിച്ചുകൊണ്ടാണെങ്കിൽ 2 ഒട്ടകം കിട്ടുന്നതിനേക്കാൾ ഖൈറാണ്. ഇത് ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ്. അപ്പോൾ ഖുർആൻ പഠിതാക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിന്റെ അതിന്റെ പ്രതിഫലം അറിയിക്കുന്ന, നമുക്ക് കൂടുതൽ ഊർജം നൽകുന്ന ഒരു ഹദീസാണ് ഈ ഒരു ഹദീസ്. ഇൻഷാ അല്ലാഹ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യത്തെ 5 ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ പഠിച്ച ആ ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് നമുക്ക് ഓതി നോക്കി, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ആയത്തുകൾ നമുക്ക് ഓതി നോക്കാം. അവിടെ നമ്മൾ തജ്വീദുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട 2 മേഖലകളാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ അതിൽ പ്രത്യേകം എടുത്തു വെച്ച ഒരു വാചകം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാചകമാണ്, അല്ലെ?
സൂറത്ത് മുസമ്മിലിലെ ഒരായത്ത് ഓതി കേൾപ്പിക്കപ്പെട്ടപ്പോൾ ആ ആയത്തുമായി ബന്ധപ്പെട്ട ആ പദം എന്തായിരുന്നു? തർത്തീൽ എന്ന പദമാണ്. വറത്തിലിൽ ഖുർആന തർത്തീല. അപ്പൊ സാവകാശം ഖുർആൻ ഓതുക എന്നതിന് തർത്തീൽ എന്താണ്? വമത്തർത്തീൽ. എന്താണ് തർത്തീൽ എന്ന് ചോദിച്ചപ്പോ തജ്വീദിന്റെ 2 പാർട്ടുകൾ, ഏരിയകളാണ് അലി ബിൻ അബി ത്വാലിബ് പറഞ്ഞു കൊടുത്തത്. എന്തൊക്കെയായിരുന്നു? ഒന്ന് തജ്വീദുൽ ഹുറൂഫ് വ മഅരിഫത്തുൽ വുഖൂഫ്. ഹർഫുകൾ, അക്ഷരങ്ങളെ നന്നാക്കുക, മഖ്റജ് അനുസരിച്ച് ഓതുക. മറ്റൊന്ന് വ മഅരിഫത്തുൽ വുഖൂഫ്, വിരാമസ്ഥാനങ്ങളെ പറ്റി അറിഞ്ഞിരിക്കുക, വഖഫ് ചെയ്യുന്ന സ്ഥാനങ്ങളെ പറ്റി അറിഞ്ഞിരിക്കുക. അപ്പോൾ തജ്വീദ് അനുസരിച്ച് ഓതൽ അത് വാജിബാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിൽ 2 തരം അബദ്ധങ്ങളുണ്ട് എന്നാണ്. ലഹ്നു ഖഫിയും ലഹ്നു ജലിയും. നമ്മളത് പറഞ്ഞിരുന്നു. വലിയ അബദ്ധങ്ങളും ചെറിയ അബദ്ധങ്ങളുമുണ്ട് ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട്. ഇവിടെ വഖഫുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറേ കുറേ ഈ അടയാളങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഖുർആനിൽ. അപ്പൊ ഇവിടെ വഖഫ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എവിടെ നിർത്തണം, അല്ലെങ്കിൽ എങ്ങനെ നിർത്തണം, നിർത്താൻ പറ്റാത്തടത്ത് നിർത്തിയാൽ എന്തു ചെയ്യണം, അത് നമ്മൾ അർത്ഥം ഗ്രഹിച്ച് ആ രൂപത്തിൽ ഓതണം. ചിലയിടത്ത് പാടില്ലാത്ത സ്ഥലമുണ്ട്, നിർത്താൻ പാടില്ലാത്ത സ്ഥലങ്ങൾ, നിർത്തൽ നിർബന്ധമായ സ്ഥലമുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനൊരു ഉദാഹരണം പറഞ്ഞു അല്ലെ. ആ ഇഖ്ലാബിന്റെ മീമ് പറഞ്ഞപ്പോ നമ്മൾ ലാസിമായി നിർത്തേണ്ടതിന്റെ അക്ഷരം നമ്മൾ പറഞ്ഞു, മീമിനെ ഇങ്ങനെ ചെരിച്ചിട്ടത്. അതേപോലെ നിർത്തൽ ജായിസായ സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇവിടെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ ഒരു അസ്ല്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരായണം നിർത്തിയായിരുന്നു അവിടുത്തെ പാരായണം. അപ്പൊ എല്ലാ ആയത്തിന്റെ അവസാനത്തിൽ വഖഫ് ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ വഖഫിന്റെ ഒരു അസ്ല് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ ഒരു കാര്യം, അൽ അസ്ലുൽ വഖഫി തസ്കീനു ആഖിരിൽ കലിമ. ഒരു കലിമത്തിന്റെ അവസാനം വഖഫ് ചെയ്തിട്ടാണ് എവിടെ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ അവസാനിപ്പിക്കേണ്ടത്. അങ്ങനെ സുക്കൂനോടുകൂടെയാണ് എവിടെയും വഖഫ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഒരായത്തിന്റെ അവസാനത്തെ ഹർക്കത്ത് എടുത്തു നോക്കിയാൽ അവിടെ ഉണ്ടാകുക ഫത്ഹ്, ലൊമ്മ് ഒക്കെ ഉണ്ടാകും, കെസറൊക്കെ ഉണ്ടാകും. പക്ഷെ അവിടെ എങ്ങനെയാണ് നമ്മൾ നിർത്തുക? സുക്കൂനോടുകൂടിയാണ് നമ്മൾ നിർത്തുക. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, നൂനിന് അവിടെ എന്തായിരിക്കും? ഖുർആൻ എടുത്ത് നോക്കിയാണ് ഫത്ഹാണുള്ളത്. അതേപോലെ തഅബുദൂൻ, അവിടെ എന്താ ഉണ്ടാകുക? ഫത്ഹാണുള്ളത്. പക്ഷെ നമ്മൾ എവിടെയാണെങ്കിലും വഖഫ് ചെയ്യുമ്പോൾ, അത് അറബിയിൽ സംസാരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഒരാള് വന്നില്ല എന്ന് പറഞ്ഞാൽ മാ ജാ എന്നാണ്, ജാ എന്നല്ല പറയാ, പിന്നെ മാ ജാ ജാ. അവിടെ ഒരു സുക്കൂനോടുകൂടി അവസാനിക്കുന്ന രൂപത്തിലാണ് എന്ത് ചെയ്യുക. അത് വഖഫിന്റെ ഒരു പൊതു നിയമമാണ്, അതിന്റെ അവസാനത്തിൽ സുക്കൂന് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ആയത്തുകൾ നമുക്ക് ഓതി നോക്കാം. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് അതിന്റെ അർത്ഥത്തിലേക്ക് പോകാം. നമ്മൾ ആദ്യം ഓതിയ ആയത്ത് ജസ്റ്റ് ഒരു വട്ടം അങ്ങനെ നമ്മൾ ഒന്ന് ചോദി പോയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പുതിയതായിട്ടുള്ള ഭാഗം പ്രത്യേകിച്ച് എന്ത് ചെയ്യാം, ഒന്ന് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. മാ യഅതീഹിം മിൻ ദിക്രിൻ മിർ റബ്ബിഹിം മുഹ്ദസിൻ ഇല്ല ഇസ്തമഊഹു വഹും യൽഅബൂൻ. ലാഹിയതൻ ഖുലൂബുഹും وأسروا النجوى الذين ظلموا هل هذا إلا بشر مثلكم أفتأتون السحر وأنتم تبصرون. قال ربي يعلم القول في السماء والأرض وهو السميع العليم. بل قالوا أضغاث أحلام بل افتراه بل هو شاعر فليأتنا بآية كما أرسل الأولون.
മാ ആമനത് ഖബ്ലഹും മിൻ ഖർയത്തിൻ അഹ്ലക്നാഹാ അഫഹും യുഅ്മിനൂൻ വമാ അർസൽനാ ഖബ്ലക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം ഫസ്അലൂ അഹ്ലദ്ദിക്രി കുൻതും ലാ തഅലമൂൻ വമാ ജഅൽനാഹും ജസദൻ ലാ യഅകുലൂന അത്ത്വആമ വമാ കാനൂ ഖാലിദീൻ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാ ആമനത് ഖബ്ലഹും. അവിടെ നമുക്കറിയാം മദ് ഏത് മദ്ദാണ് വരിക? അവിടെ നമ്മൾ രണ്ട് തരാണ് പറഞ്ഞത് അല്ലേ? മദ് മുത്തസിലും മദ് മുൻഫസിലും അല്ലെ. ഹംസക്ക് മുമ്പ് ഹർഫ് മദ് വരിക, മദ്ദിന്റെ അക്ഷരം വരിക. മദ്ദിന്റെ അക്ഷരം വന്നതിന് ശേഷം ഇവിടെ ഹംസ വന്നു അല്ലെ. രണ്ട് പദങ്ങളിലായിട്ടാണ് വന്നത്, രണ്ട് കലിമത്തുകളിലായിട്ടാണ് വന്നത്. മാ ആമനത്ത്. അപ്പൊ അവിടെ എത്ര ഹർക്കത്തിന്റെ? 4 or 5 ഹർക്കത്തിന്റെ അളവിൽ എന്ത് ചെയ്യണം? അവിടെ നീട്ടണം. അപ്പോ മാ ആമനത് ഖബ്ലഹും ബ് നമ്മൾ പറഞ്ഞു എന്ത്? ഹറൂഫുൽ ഖൽഖലയാണ്. അത് ഇങ്ങോട്ട് ശരിക്കും ഇങ്ങോട്ട് പ്രകടമാകണം. ഖബ്ലഹും മിൻ ഖർയത്തിൻ. അവിടെ 2 മീമു സാക്കിനക്ക് ശേഷം എന്ത് ചെയ്തു? അവിടെ മീമു വന്നു അല്ലേ. അപ്പൊ അവിടെ എന്താണ് നിയമം? ഖബ്ലഹും മിൻ ഖർയത്തിൻ ഓതണോ? വേണ്ട. പിന്നെ ഇദ്ഗാം ചെയ്യാം. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ഇദ്ഗാം ശഫവി. ഇവിടെ ഇദ്ഗാം എന്ന് പറഞ്ഞാൽ കൂട്ടി ലയിപ്പിക്കുകയാണ്. ആ 2 എണ്ണത്തിനെ ഒന്നായിട്ട് ലയിപ്പിക്കുകയാണ്. അപ്പൊ മാ ആമനത് ഖബ്ലഹും മിൻ ഖർയത്തിൻ. അവിടെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ തെൻവീനിനെ ഡബിളായിട്ട് അട്ടിക്ക് വെച്ച പോലെ കൊടുത്തിട്ടുണ്ട് ചിലയിടത്ത്. എന്നാൽ അതിങ്ങനെ വേറിട്ടും കൊടുത്തിട്ടുണ്ട്. ഇവിടെ അങ്ങനെ കൊടുത്തെന്തിനാണ്? തെൻവീൻ ഇങ്ങനെ ഇൽഹാറാണ് അവിടെ ചെയ്യേണ്ടത്. തെൻവീന് ഇൽഹാർ. കാരണം അവിടെ ഹംസക്ക് മുമ്പ് എന്ത് ചെയ്തു? അവിടെ നൂനു സാക്കിനക്ക് ശേഷം അവിടെ ഹംസയാണ് അവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൽഹാർ, തെൻവീന് ശേഷം അവിടെ ഹംസ വന്നതിനാൽ ഇൽഹാർ ചെയ്യണം. അപ്പൊ അവിടെ ഖർയത്തിൻ അവിടെ അങ്ങോട്ട് തെൻവീൻ പ്രകടാകണം. ഖർയത്തിൻ അഹ്ലക്നാഹാ. അവിടെ ഉർസില, അവിടെ അഫഹും, അവിടെ ഹംസ വീണ്ടും വന്നു. അവിടെ എന്താവും? അപ്പൊ നമ്മൾ ചേർത്തോത്. ഇപ്പൊ സില എന്നതിന് വഖഫിൽ നമ്മൾ നിയമം പറഞ്ഞ എന്താണ്? സില. അത് വന്നാല് നമ്മള് ചേർത്തോതലാണ് നല്ലത്. അപ്പൊ ചേർത്തോതുമ്പോ നമ്മള് അഹ്ലക്നാഹാ അഫഹും യുഅ്മിനൂൻ. അവിടെ മദ്ദു മുൻഫസിലാണ്. ഇനി ഒരാൾ അവിടെ വഖഫ് ആണെങ്കിലോ അത് ബാധകമല്ല. വഖഫ് ആണെങ്കിൽ ആ മദ്ദിന്റെ നിയമം ഹംസക്ക് മുമ്പുള്ള ബാധകമല്ല. അവിടെ വഖഫ് ആണെങ്കിൽ. അപ്പൊ മാ ഒന്നുകൂടി ഓതി നോക്കാം നമ്മള്. മാ ആമനത് ഖബ്ലഹും മിൻ ഖർയത്തിൻ അഹ്ലക്നാഹാ അഫഹും യുഅ്മിനൂൻ. ഒന്നുകൂടി. മാ ആമനത് ഖബ്ലഹും മിൻ ഖർയത്തിൻ അഹ്ലക്നാഹാ അഫഹും യുഅ്മിനൂൻ വമാ അർസൽനാ ഖബ്ലക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം. അവിടെയും മദ് മുൻഫസിലായിട്ട് വന്നു. വമാ മീമിന് ശേഷം ഹർഫ് മദ് വന്നു അല്ലെ. ഹംസക്ക് മുമ്പായിട്ട് ഹർഫ് മദ് വന്നു. അവിടെയും 4-5 ഹർക്കത്തിന്റെ അളവിൽ നീട്ടണം. അപ്പോ വമാ അർസൽനാ ഖബ്ലക. ഖബ് നേരത്തെ വന്നു, മേലെ വന്നു. ഖബ് ബ് ഹുറൂഫുൽ ഖൽഖലയാണ്. അത് ഓർത്തു വെക്കാൻ ഒരു വിദ്യ ഉണ്ടല്ലോ. എന്താ? ഖുതുബ് ജദ് അക്ഷരങ്ങളാണ് ഹുറൂഫുൽ ഖൽഖലയിൽപ്പെട്ട അക്ഷരങ്ങൾ. അപ്പോ വമാ അർസൽനാ ഖബ്ലക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം. അവിടെ റിജാലൻ നൂഹി ഇലൈഹിം അല്ലേ. അവിടെ റിജാലൻ നൂഹി എന്നോദണോ?
റിജാലൻ നൂഹി എന്നാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്, ഓതേണ്ടത്. അതായത് ഇദ്ഗാമാണ് അവിടെ നിയമം. ഇദ്ഗാം. റിജാലൻ നൂഹി, റിജാലൻ നൂഹി ഇലൈഹിം. വമാ അർസൽനാ ഖബ്ലക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം. അവിടെ നൂഹി ഇലൈഹിം, അവിടുത്തെ ഹർഫ് മദ് ഏതാ? മദ്ദിന്റെ അക്ഷരം യാ ആണ് അല്ലെ. ഇതുവരെ നമ്മൾ അലിഫാണ് വന്നത്, ഇവിടെ യാ ആണ്. ഹംസക്ക് മുമ്പ് അവിടെ നൂഹി ഇലൈഹിം, അവിടെ യാ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നൂഹി ഇലൈഹിം ഫസ്അലൂ അഹ്ലദ്ദിക്രി കുൻതും ലാ തഅലമൂൻ. അവിടെ ഈ കുൻതും അവിടെയൊക്കെ ഇഖ്ഫ ആണ്. കാഫിന് മുമ്പാണ് അവിടെ നൂനു സാക്കിന വന്നത്, അതേപോലെ തന്നെ താഇന് മുമ്പാണ് നൂനു സാക്കിന വന്നത്. അപ്പോ കുൻതും ലാ തഅലമൂൻ വമാ ജഅൽനാഹും, നമ്മൾ ഓദിക്കാം, വമാ ജഅൽനാഹും ജസദൻ ലാ യഅകുലൂന അത്ത്വആമ വമാ കാനൂ ഖാലിദീൻ. അവിടെ ജസദല്ല, അവിടെ ജസദല്ല, അവിടെ ഇദ്ഗാം ബിലാ ഗുന്നയാണ്. അവിടെ മണിക്കണ്ടതില്ല, ഗുന്ന ഇല്ലാതെ അവിടെ ഇദ്ഗാം ചെയ്യണം. എവിടെ ജസദൻ ല എന്നതിന് പകരം എന്താണ് ഓതേണ്ടത്? ജസദല്ല. രണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യാണ്? ഇദ്ഗാം ബിലാ ഗുന്നയാണ്. അപ്പോ വമാ ജഅൽനാഹും ജസദൻ ലാ യഅകുലൂന അത്ത്വആമ വമാ കാനൂ ഖാലിദീൻ. നമുക്ക് ആ 3 ആയത്തുകൾ ഒന്നും കൂടി എന്ത് ചെയ്യാം, നമുക്ക് ഓതി നോക്കാം. മാ ആമനത് ഖബ്ലഹും മിൻ ഖർയത്തിൻ അഹ്ലക്നാഹാ അഫഹും യുഅ്മിനൂൻ വമാ അർസൽനാ ഖബ്ലക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം ഫസ്അലൂ അഹ്ലദ്ദിക്രി കുൻതും ലാ തഅലമൂൻ വമാ ജഅൽനാഹും ജസദൻ ലാ യഅകുലൂന അത്ത്വആമ വമാ കാനൂ ഖാലിദീൻ. അവിടെ ത്വആമ ഐന് ഗൈൻ അല്ലെ, നമ്മൾ ഗഫ്ലത്ത്, അവിടെ നുക്ത ഉണ്ട്, പുള്ളിയുണ്ട്. ഗഫ്ലത്ത് ഗൈനുണ്ട്, ഐനുണ്ട്. ഇവിടെ ത്വആമ എന്നാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആയത്തുകളിൽ 5 വരെയുള്ള ആയത്തുകളിൽ നമ്മൾ പഠിച്ച വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വവുമായി വന്നപ്പോൾ, വിശുദ്ധ ഖുർആനാകുന്ന വഹയുമായി വന്നപ്പോൾ അവിടെയുള്ള അവിശ്വാസികളായ ആളുകളുടെ ചില ആരോപണങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത്. അവർക്ക് ഉത്ബോധനങ്ങളും ഉപദേശങ്ങളൊക്കെ നൽകപ്പെടുമ്പോൾ അതിനവർ സമീപിച്ചത് എങ്ങനെയാണ്? ലാഹിയത്തൻ ഖുലൂബുഹും എന്നാണ് അല്ലെ. അവര് ഹൃദയങ്ങൾ അശ്രദ്ധമായി, ശരീരം കളിയിലായിട്ടാണ് അവര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശ നിർദ്ദേശങ്ങളെല്ലാം അവർ കേൾക്കുന്നത്. അങ്ങനെ അവരുടെ ഇടയിൽ, സത്യനിഷേധികളായ ആളുകളുടെ ഇടയിൽ ഒരു അടക്കം പറച്ചിൽ എന്താണ്? നെജുവ ഗൂഢസംസാരാണ്, ഗൂഢാലോചന, രഹസ്യമാക്കി അവർ പറയുന്നത് എന്താണ്? അല്ലദീന വലമു, അക്രമികളായ ആളുകൾ പറയുന്നത് ഹൽ ഹാദാ ഇല്ലാ ബശറുൻ മിസ്ലുക്കും. എന്താണ് ബശർ? മനുഷ്യൻ. ഇയാൾ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനല്ലേ ഇയാൾ? ആര്? പ്രവാചകനെ പറ്റി അവര് പറയാണ്. എന്നിട്ട് പറയാണ് അഫതൂന സിഹർ, ഈ സിഹറിലേക്ക് നിങ്ങൾ പോവുകയാണോ? ഈ മാരണത്തിലേക്ക്, ജാലവിദ്യയിലേക്ക് നിങ്ങൾ ചെല്ലുകയാണോ? വഅൻതും തുബ്സിറൂൻ, നിങ്ങളെല്ലാം കണ്ടറിഞ്ഞിട്ടും മനസ്സിലായിട്ടും ഇതൊക്കെ മാരണാണെന്നും ഇയാളൊരു മനുഷ്യനാണെന്നൊക്കെ അറിഞ്ഞിട്ടും നിങ്ങൾ ഈ സിഹറിലേക്ക് നിങ്ങൾ പോവുകയാണോ? അപ്പൊ നബിയോട് പറയാൻ പറഞ്ഞു, ഖാല റബ്ബി യഅലമുൽ ഖൗല ഫിസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളിൽ ഉള്ളത് പറയുന്ന സംസാരങ്ങളെല്ലാം എൻ്റെ റബ്ബ് അറിയുന്നുണ്ട്. അപ്പൊ ഇവര് പറയുന്നതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എൻ്റെ റബ്ബ് കൃത്യമായി അറിയുന്നുണ്ട്, ബോധമുണ്ട്. വഹുവ സമീഉൽ അലീം, അവനാകട്ടെ അസ്സമീഅ്, സമീഅ് എല്ലാം കേൾക്കുന്നവനാണ്, അൽ അലീം എല്ലാം അറിയുന്നവനാണ്. പിന്നെ അവര് ഇതെന്താണ് എന്നവർക്ക് നിർവചിക്കണമല്ലോ. ഒരു സംഗതി
ഇത് ഇല്ല എന്ന് പറയുമ്പോൾ ഒരു സംഗതി ഇത് എന്താന്ന് പറയണല്ലോ, അത് എന്താണെന്ന് പറയാൻ ശ്രമിച്ചു. അതാണ് 5-ാമത്തെ ആയത്തിൽ നമ്മൾ പഠിച്ചത്. അവരൊന്നു പറഞ്ഞ എന്താണ്, ബൽ ഖാലു അൽഗാസു അഹ്ലാം. പ്രവാചകൻ ഈ പറയുന്ന വാക്കുകൾ വഹീകളൊക്കെ എന്താണ്, എന്നാൽ ഇത് അവര് പറഞ്ഞു അൽഗാസു അഹ്ലാം. എന്താണ് അൽഗാസു അഹ്ലാം? ദുസ്വപ്നങ്ങളാണ്, പാഴ്ക്കിനാവുകളാണ് അല്ലെ. നമ്മളെ കയ്യിൽ നോട്ടില്ലാത്തതുകൊണ്ട് ഒരു നോട്ട് നമ്മൾ ആക്കണം, എന്നാലേ നമുക്കൊരു സേവായി കിട്ടുള്ളൂ. നമ്മളെ ഇതില് നമ്മളാ പറയുന്ന പദങ്ങള് ഒരു പിന്നെ ഇതായി കിട്ടണമെങ്കിൽ. ഇപ്പൊ ചിലർക്കൊന്നും അൽഹാസു അഹ്ലാം എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടണില്ല. അപ്പൊ അത് ദുസ്വപ്നങ്ങളാണ്, അൽഹാസു അഹ്ലാം. ഇഫ്തറ എന്ന് പറഞ്ഞാലോ കെട്ടിച്ചമച്ചു എന്നാണ്, വ്യാജം കെട്ടിച്ചമക്കുന്നതാണ്. ഇതൊക്കെ നമ്മള് സൂറത്ത് ത്വാഹ പഠിച്ച അതേ പദം തന്നെയാണ് ഇഫ്തറ അല്ലെ. ലാ തഫ്തറു അലല്ലാഹിൽ കദിബ് എന്ന് പറഞ്ഞില്ലേ മൂസാ നബി സാഹിറുകളോട്, നിങ്ങള് അള്ളാന്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കരുത്. ഫയുസ്ഹിതകും ബിഅദാബ്, നിങ്ങൾക്ക് അള്ളാഹു ശിക്ഷ കൊണ്ടവൻ നിങ്ങളെ നശിപ്പിക്കുന്നൊക്കെ അവിടെ ഇഫ്തറ എന്നാണ് ഉപയോഗിച്ചത്. അപ്പൊ ഇഫ്തറാഹു, അവനിത് കെട്ടിച്ചമച്ചു പറയുകയാണ്. ബൽ, അതുമല്ലെങ്കിലോ അവൻ ഹുവ ഷാഇർ, ഷാഇർ കവിയാണവൻ. ഫല്യഅ്തിനാ ബിആയത്തിൻ, ഇതൊന്നും അങ്ങനെ ക്ലച്ച് പിടിക്കണില്ല എന്ന് കണ്ടപ്പോ അവസാനം ഒരു വെല്ലുവിളി, എന്ത് ഇനി എന്നാൽ അവൻ നമുക്കൊരു ആയത്ത് കൊണ്ടുവരട്ടെ, ഒരു ദൃഷ്ടാന്തം. കമാ ഉർസിലൽ അവ്വലൂൻ, ഏതുപോലെ പൂർവ്വ പ്രവാചകന്മാർ അയക്കപ്പെട്ടതുപോലെ വല്ല ദൃഷ്ടാന്തവും അവൻ കൊണ്ടുവരട്ടെ. നമ്മൾ പറഞ്ഞു മൂസാ നബി കൊണ്ടുവന്ന പോലെ, ഈസാ നബി കൊണ്ടുവന്നതുപോലെ, ശുഐബ് നബി അലൈഹി സ്വലാം കൊണ്ടുവന്നത്, സ്വാലിഹ് നബി കൊണ്ടുവന്നത്, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ആയത്ത് നമുക്ക് കൊണ്ടുവരട്ടെ, എന്നാ നിങ്ങൾ എന്ത് ചെയ്യാം, വിശ്വസിക്കാം എന്നാണ്. അപ്പൊ അള്ളാഹു അവരെ പറ്റി ഈ നിഷേധവും ആരോപണമൊക്കെ ഉന്നയിക്കുന്ന ആളുകൾക്ക് ഇവര് പറയുന്നത് പോലെ ഇനിയൊരു പിന്നെ ആയത്ത് കൊണ്ട് കൊടുത്താൽ അവര് വിശ്വസിക്കുമോ? സ്വാലി നബിക്ക് ഒരു വാറിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒട്ടകം വന്നതുപോലെ അവർക്ക് എനിക്ക് ഇപ്പൊ ഇറക്കി കൊടുക്കാൻ നോട്ടിക്കും. അങ്ങനത്തെ കുറെ ആയത്ത് അവര് പറയുന്ന പോലെ ആയത്തുകൾ കൊണ്ടുകൊടുക്കുകയാണെങ്കിൽ അവരെ അഡ്രസ്സ്, ഇവരുടെ ഈ വാചകത്തെ വെച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത് മാ ആമനത്ത്. ആമനത്ത് എന്ന് പറഞ്ഞാല് വിശ്വസിച്ചു എന്നാണ്. ആമനത്ത് വിശ്വസിച്ചു എന്നാണ്. ഇവിടെ മാ വന്നതോടുകൂടി എന്താ അർത്ഥം? മാ അന്നാഫിയ എന്നാണ് അറബി പറയാ, അതായത് ഇല്ല, നിഷേധത്തിന്റെ മാ ആണിത്. അപ്പോ അവിടെ അർത്ഥം എന്തായി? വിശ്വസിച്ചിട്ടില്ല, വിശ്വസിച്ചിട്ടില്ല. ഖബ്ലഹും, ഖബ്ല മുമ്പ്, ഹും അവരുടെ അല്ലെങ്കിൽ ഇവരുടെ, അവരാണ്, ആരാണ് ഇവർ? ഈ സത്യനിഷേധികൾ, മക്കയിലെ സത്യനിഷേധികളെ ആണ് അഡ്രസ് ചെയ്യുന്നത് ഇവിടെ. ഇവരുടെ മുമ്പ് വിശ്വസിച്ചിട്ടില്ല. മിൻ ഖറിയത്തിൻ, ഖറിയത്ത് എന്താണ്? നാട്, ഗ്രാമം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോ ഇവിടെ ഉദ്ദേശിക്കുന്ന നാട്ടുകാർ എന്ന അർത്ഥത്തിലാണ്, നാട്ടുകാർ എന്നുള്ള അർത്ഥം. അപ്പൊ ഒരു മിൻ ഖറിയത്തിൻ, ഒരു നാടും ഒരു ഗ്രാമവും എന്ന് പറഞ്ഞാൽ ഒരു നാട്ടുകാരും ഇവർക്ക് മുമ്പ് വിശ്വസിച്ചിട്ടില്ല. അഹ്ലക്നാഹ, അഹ്ലക്നാഹ, അഹ്ലക്ക എന്ന് പറഞ്ഞാല് നശിപ്പിച്ചു. അഹ്ലക്ന, നാം നശിപ്പിച്ചിരിക്കുന്നു. അതിനെ, ഏതിനെ? ഖറിയത്തിനെ, ഖറിയത്തിനെ, നാട്ടുകാരെ, ഈ നാട്ടുകാരെ, ഈ ജനതയെ നാം നശിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു ചോദിക്കാണ് അഫഹും, അഫഹും, ഹും എന്ന് പറഞ്ഞാല് അവർ, ഫഹും എന്നിരിക്കെ ഇവർ, അവർ, അഫഹും എന്നിരിക്കെ ഇവരാണോ? ഒരു ചോദ്യമാണ്. ആരാണോന്ന്? ഈ മക്കയിലെ സത്യനിഷേധികളാണോ? യുഅ്മിനൂൻ, വിശ്വസിക്കുന്നു. അപ്പൊ അഫഹും യുഅ്മിനൂൻ, ഇവരുണ്ടോ വിശ്വസിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ആദ്യം ആരെ പറ്റിയാണ് പറഞ്ഞത്? നാം നശിപ്പിച്ചിരിക്കുന്ന ഒരു ജനതയും ഒരു നാട്ടുകാരും ഇവർക്ക് മുമ്പ് വിശ്വസിച്ചിട്ടില്ല. അഫഹും യുഅ്മിനൂൻ എന്നിരിക്കെ ഇവരാണോ വിശ്വസിക്കുന്നത്? എന്താണ് പറഞ്ഞതിന്റെ ഉദ്ദേശം? ഇതിനു മുമ്പ് ആയത്ത് വന്ന കുറെ തലമുറകൾ ഉണ്ടായിരുന്നു, ഒരുപാട് നാടുകൾ ഉണ്ടായിരുന്നു. അവർക്ക് നാം ആയത്തുകൾ കൊടുത്തിട്ടുണ്ട്, അവരെ എല്ലാം നാം നശിപ്പിച്ചിട്ടുണ്ട്. നാം നശിപ്പിച്ച നാടുകളെല്ലാം അവർക്ക് ആയത്ത് വന്നിട്ടും ഇവർക്ക് മുമ്പ് അവരെന്ത് ചെയ്തിട്ടില്ല? അവരൊന്നും വിശ്വസിച്ചിട്ടില്ല. കണ്ടിട്ട് സ്വാലിഹ് നബിയുടെ ആളുകൾ വിശ്വസിച്ചിട്ടില്ല, ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ആളുകൾ വിശ്വസിച്ചിട്ടില്ല, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ വടിയും അത് കൈ കക്ഷത്തിൽ വെച്ച് പുറത്തെടുത്ത ആയത്ത് കണ്ടപ്പോൾ അവർ വിശ്വസിച്ചിട്ടില്ല. അപ്പൊ അവരൊക്കെ നാം നശിപ്പിച്ചിരിക്കുന്നു. എന്നിരിക്കെ അഫഹും യുഅ്മിനൂൻ, ഇവരുണ്ടോ വിശ്വസിക്കുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ഈ പറയുന്ന നിഷേധികൾ, ഈ ചോദിക്കുന്ന ആൾക്കാർ ഇവരുണ്ടോ വിശ്വസിക്കുന്നു എന്നാണ്. അപ്പൊ ഇവരുടെ മുമ്പ് നാം നശിപ്പിച്ച ഒരു നാടും ഒരു നാട്ടുകാരും
വിശ്വസിക്കുകയുണ്ടായിട്ടില്ല. എന്നിരിക്കെ ഇവരുണ്ടോ വിശ്വസിക്കുന്നു എന്നാണ്. മുമ്പ് കഴിഞ്ഞ പല ഉമ്മത്തുകളും സമൂഹങ്ങളും പല ആയത്തുകളും അവർ ചോദിച്ചു, പക്ഷെ അവരൊന്നും എന്ത് ചെയ്തിട്ടില്ല, വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. അവിടെ ഖൗമു സ്വാലിഹ് അവരെന്താണ് ചെയ്തത്? സ്വാലിഹ് നബി അലൈഹി സ്വലാമയുടെ ഖൗമു ഒട്ടകത്തെ എന്താ ചെയ്തത്? വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 59-ാമത്തെ ആയത്ത്, വമാ മനഅനാ അൻ നുർസില ബില്ലായാതി ഇല്ലാ അൻ കദ്ദബ ബിഹൽ അവ്വലൂൻ. നാം ദൃഷ്ടാന്തങ്ങൾ അയക്കുന്നതിന് നമുക്ക് തടസ്സമായത് പൂർവികന്മാർ അത്തരം ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളിക്കളഞ്ഞു. വആതൈനാ സമൂദൻ നാഖത മുബ്സിറതൻ ഫളലമൂ ബിഹാ. നാം സമൂദ് സമുദായത്തിന് പ്രത്യക്ഷ ദൃഷ്ടാന്തമായി കൊണ്ട് ഒട്ടകത്തെ നൽകുകയുണ്ടായി. എന്നിട്ട് അവര് വമാ നുർസിലു ബില്ലായാതി ഇല്ലാ തഖ്വീഫ, എന്നിട്ട് അവർ അതിന്റെ കാര്യത്തിൽ അക്രമം പ്രവർത്തിച്ചു. ഭയപ്പെടുത്താൻ മാത്രമാകുന്നു നാം ദൃഷ്ടാന്തങ്ങൾ അയക്കുന്നത്. അപ്പൊ സ്വാലിഹ് നബിയുടെ ഖൗമ് ആയത്ത് കണ്ടിട്ടോ അവരെന്ത് ചെയ്തു? അക്രമം പ്രവർത്തിച്ചു. അപ്പൊ എത്ര നബിമാരാണ് ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവന്നത്? അവിടെ മിൻ ഖറിയത്ത് എന്ന് പറഞ്ഞാല് ശരിക്ക് അർത്ഥം എന്താണ്? ഒരു നാടും ഒരു ഗ്രാമവും എന്നാണ്. അപ്പൊ ഒരു ഗ്രാമവും നശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നാം നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഗ്രാമത്തെ അല്ലല്ലോ നശിപ്പിക്കുക, പിന്നെ ആ ഗ്രാമത്തിലുള്ള നാട്ടുകാരാണല്ലോ. അവിടെ നാട്ടുകാരാണ് ഇവിടുത്തെ ഉദ്ദേശം. അപ്പൊ ഒരുപാട് സമൂഹങ്ങൾ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടെങ്കിലും അവരെന്ത് ചെയ്തു? അത് കൊണ്ടുവന്നപ്പോ വിശ്വസിക്കാതെ അവർ തിരിഞ്ഞു കളഞ്ഞു. എന്നിട്ടാണ് അള്ളാഹു ചോദിക്കുന്നത്, അഫഹും യുഅ്മിനൂൻ, അങ്ങനെ ഇരിക്കെ ഇവർ വിശ്വസിക്കുമോ? ഒരു തെളിവ് വെച്ചിട്ടാണ് അള്ളാഹു പറയുന്നത്, ഇങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ തലമുറകളിൽ സംഭവിച്ചത്. എന്നിരിക്കെ ഇവർ, ഈ മക്കയിലെ നിഷേധികൾ, ഈ ആയത്ത് കൊണ്ടുവരാൻ പറയുന്ന ആളുകൾ, അവർ വിശ്വസിക്കുമോ എന്നുള്ളതാണ്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ പറയുന്നത് ഇവരുടെ ഒരു വലിയ ആരോപണം എന്തായിരുന്നു? ഇപ്പം ഇവരുടെ നിലനിൽക്കുന്ന ഒരു ആരോപണം എന്താ? ഇത് മനുഷ്യനാണ് എന്നാണ്. അപ്പൊ ഇതൊരു നബി അല്ല എന്ന് പറയാൻ അവര്, നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യനാണിത്, നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്. അതാണ് ഹൽ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും, നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്, ഈ മനുഷ്യനെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്? അപ്പൊ അവരുടെ ഒരു ഭാഷ പ്രകാരം, ഒരു നിലപാട് പ്രകാരം പിന്നെ ഇറങ്ങേണ്ടിയിരുന്നത് ആരായിരുന്നു? മലക്കിറങ്ങണം. നബിയായിട്ടൊരു മലക്ക് ഞങ്ങൾക്ക് ആകാശത്ത് നിന്ന് എന്ത് ചെയ്യണം? എന്താണ് ഇറങ്ങാത്തത് എന്നൊക്കെയാണ്. ഈ തഫ്സീറിൽ കാണാം, ശരിക്കും അള്ളാഹു ഇവരോട് ചെയ്ത ഒരു തഫ്സീറിൽ വായിച്ചത്, പിന്നെ അള്ളാഹു ഈ ആയത്തിറക്കാത്തത് ഇവരോട് ചെയ്ത കാരുണ്യമാണ് എന്ന് കാണാം. എന്താണ് കാരുണ്യാണത്? ഒരായത്ത് ഇറക്കി കൊടുത്തിട്ടൊന്നുമില്ല അവർക്ക്, മുൻ തലമുറകൾക്കൊക്കെ ഇറക്കി കൊടുത്തിരുന്നു. ഇവർക്ക് ഇറക്കാത്ത എന്തുണ്ടാ? ഇറക്കിയിട്ട് ഇവർ ഇതേ നിലപാടാണ് സ്വീകരിക്കുക, വിശ്വസിക്കൂല. അപ്പൊ അല്ല എന്ത് ചെയ്യും? ശിക്ഷ കൊണ്ട് പിടികൂടും. അതുകൊണ്ട് തന്നെ ആ ശിക്ഷ കൊണ്ട് പിടികൂടാതിരിക്കാൻ അല്ല ചെയ്ത ഒരു റഹ്മത്താണ് എന്ത്? അവർക്കൊരു ആയത്ത് ഇറക്കി കൊടുക്കാത്തത് എന്നാണ് ചില തഫ്സീറുകൾ പറഞ്ഞത്. അപ്പൊ നിഷേധിച്ചാൽ ശിക്ഷ കിട്ടും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തത്? കഴിഞ്ഞ തലമുറകളുടെ ഉദാഹരണം ഇവിടെ പറഞ്ഞത്. ഇനി അവര് പറഞ്ഞ ഈ ന്യായത്തിനെ ഗണ്ണിക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്. അതാണ് 7-ാമത്തെ ആയത്ത്. വമാ അർസൽന, അർസല എന്ന് പറഞ്ഞാല് അയച്ചു, അർസൽന നാം അയച്ചു. വമാ അർസൽന നേരത്തെ പറഞ്ഞ മാ അന്നാഫിയാണിത്, നാം അയച്ചിട്ടില്ല. ഖബ്ലക, ഖബ്ലക നിനക്ക് മുമ്പ്, താങ്കൾക്ക് മുമ്പ്. താങ്കൾ ആരാണ് ഇവിടെ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പൊ താങ്കൾക്ക് മുമ്പ്, മുഹമ്മദ് നബിക്ക് മുമ്പ് നാം അയച്ചിട്ടേ ഇല്ല. ഇല്ലാ റിജാലൻ, പുരുഷന്മാരെ അല്ലാതെ, മനുഷ്യരായ പുരുഷന്മാരെ അല്ലാതെ താങ്കൾക്ക് മുമ്പ് നാം അയച്ചിട്ടേ ഇല്ല. നൂഹി ഇലൈഹിം, നൂഹി നാം വഹ്യു നൽകി, ബോധനം നൽകി. ഇലൈഹിം അവരിലേക്ക്. അവർ ആരാണ്? ആ റസൂലുമാരാണ്. നാം താങ്കൾക്ക് മുമ്പ് അയച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ല, ആ റസൂലുമാർക്ക് നാം വഹി നൽകിയിട്ടുമുണ്ട്. ഫസ്അലു, സഅല ചോദിച്ചു അല്ലെ, യസ്അലു ചോദിക്കുന്നു. ഇവിടെ ഫസ്അലു എന്നാണ്, അമ്രാണ് ക്രിയ. അപ്പോ അതിനാൽ നിങ്ങൾ ചോദിച്ചു നോക്കൂ. ഈ നിഷേധികളായ ആളുകൾ പ്രവാചകൻ ഒരു മനുഷ്യനല്ല ആവേണ്ടത്, മലക്കാണ് ആകേണ്ടത് എന്ന് പറഞ്ഞ ആൾക്കാരോട് അല്ലാഹു ചോദിക്കാണ്, ഫസ്അലു നിങ്ങൾ ചോദിച്ചു നോക്കുവീൻ. അഹ്ല ദിക്ർ, ആരോടാണ് ചോദിച്ചു നോക്കേണ്ടത്? അഹ്ലു ദിക്റിനോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ. അഹ്ലു ദിക്ർ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ അതിന്റെ അർത്ഥം ദിക്ർ എന്ന് പറഞ്ഞാല്
സ്മരണ, ഓർമ്മ. ദിക്റിന്റെ ആൾക്കാരോട് ചോദിച്ചു നോക്ക്. ഇവിടെ അഹ്ലു ദിക്ർ കൊണ്ട് തഫ്സീറുകളൊക്കെ കാണാം വേദക്കാരാണ് ഉദ്ദേശം. അപ്പൊ വേദക്കാരാണെങ്കിൽ ആരാണ്? യഹൂദന്മാരും നസ്വാറാക്കളുമാണ്. അന്ന് മക്കത്ത് അവരുണ്ടല്ലോ. അപ്പൊ അവരോട് ചോദിച്ചു നോക്കാനാണ് പറയുന്നത്. ഫസ് അലൂ, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ മക്കയിലെ വേദക്കാരില്ലേ, അഹ്ലു ദിക്റിനോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ. എന്താ ചോദിച്ചു നോക്കേണ്ടത്? കഴിഞ്ഞ തലമുറകളിൽ വന്ന നബിമാരൊക്കെ മലക്കുകളായിരുന്നോ, അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ ഒരു ഇങ്ങനെ അള്ളങ്ങനെ കെട്ടിയിറക്കിയ എന്തെങ്കിലും സംഗതികളായിരുന്നോ, അല്ലെങ്കിൽ മനുഷ്യന്മാരെന്നെ ആയിരുന്നോ നബിമാരായിട്ട് വന്നത്? വേദക്കാർക്ക് തൗറാത്തിലും ഇഞ്ചീലൊക്കെ ഉണ്ടല്ലോ, അവരോടൊന്ന് ചോദിച്ചു പഠിക്കൂ എന്നാണ് പറയുന്നത്. ഫസ് അലൂ അഹ്ല ദിക്ർ, വേദക്കാരോട് ചോദിച്ചു നോക്കുവീൻ. ഇൻ കുന്തും ലാ തഅലമൂൻ, ഇൻ കുന്തും നിങ്ങളാണെങ്കിൽ, ലാ തഅലമൂൻ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ അത് നിങ്ങൾ വേദക്കാരോട് ചോദിച്ചു നോക്കുക. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറയുന്നത്, പിന്നെ നബിയെ പുരുഷന്മാരെ അല്ലാതെ നിന്റെ മുമ്പ് നാം അയച്ചിട്ടില്ല, അവർക്ക് നാം വഹി നൽകുന്നു, ഇതാണ് അവരുടെ പ്രത്യേകത. അവിശ്വാസികളെ നിങ്ങൾ അറിയാത്തവരാകുന്നുവെങ്കിൽ വേദക്കാരോട് ചോദിച്ചുകൊള്ളുവീൻ എന്നാണ്. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവര് പറഞ്ഞ കാര്യങ്ങൾ ഇനി പൊളിക്കാണ്. ശരിക്കും നമ്മളൊരു സംഗതിനെ ഇങ്ങനെ പൊളിക്കാന്ന് പറയില്ല, ശരിക്കും അതിനെ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യാണ്. എന്തുകൊണ്ട് അല്ലാഹു നബിമാരായിട്ട്, ഇതൊരു അന്നത്തെ കാലത്ത് വലിയൊരു വിഷയമാണ്, നബി അല്ല ഈ പിന്നെ പുരുഷന്മാരല്ല മനുഷ്യന്മാരല്ല നബി ആകേണ്ടത് എന്ന വാദത്തെ അങ്ങനെ പൊളിച്ചിടുകയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് മനുഷ്യനായി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ നബിമാരായിട്ട് അയച്ചത്, മലക്കിനെ അയച്ചില്ല? അപ്പൊ ഇവര് പറയുന്ന കാര്യങ്ങൾ ചിന്തയുള്ള ആളുകൾക്ക് പിന്നെ മനസ്സിലാകും, ഇത് നബിമാരായി വരേണ്ടത് മനുഷ്യന്മാര് തന്നെയാണ്, മനുഷ്യന്മാരിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു. അപ്പൊ മക്കയിലെ മുശ്രിക്കുകൾ പ്രവാചകനെ നിഷേധിച്ചു കളവാക്കിയതിന് അവര് പറഞ്ഞ ന്യായം, പ്രവാചകൻ മനുഷ്യൻ ആണ്, മലക്കല്ല, ഞങ്ങളെപ്പോലുള്ള ഒരാളെ എന്തിനാണ് ഞങ്ങളിലേക്ക് അയക്കുന്നത്, മലക്കല്ലേ വേണ്ടത് എന്ന. അപ്പൊ നിങ്ങൾക്ക് ഇത് അറിയില്ലെങ്കിൽ വേദക്കാരോട് നിങ്ങൾ എന്ത് ചെയ്യണം? ചോദിച്ചു നോക്കണം എന്നുള്ളതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്ത് പറഞ്ഞു നോക്കിയേ. അടുത്ത ആയത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താണ്? വമാ ജഅൽനാഹും, മാ അതേ അർത്ഥാണ് ഇവിടെ. ജഅല എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്കി. ജഅൽനാ നാം ആക്കി, ജഅൽനാഹും നാം അവരെ ആക്കി, വമാ ജഅൽനാഹും നാം അവരെ ആക്കിയിട്ടില്ല, അവരെ നാം ആക്കിയിട്ടില്ല. ആരെ? നബിമാരെ, ഈ റസൂലുമാരെ നാം ആക്കിയിട്ടില്ല. ജസദൻ, ജസദും സൂറത്തുൽ ത്വാഹ പഠിച്ചിട്ടുണ്ട് അല്ലെ? ജസദുൻ ലഹു ഖുവാർ, ആ ഈജിലിന്റെ ഒരു ജസദിനാണ് സാമിർ ഉണ്ടാക്കിയെടുത്തത് നമ്മൾ പഠിച്ചില്ലേ? ആ കുണ്ടുനിങ്ങളുടെ എടുത്ത ജസദൻ, ശരീരം, ബോഡി എന്ന അർത്ഥത്തിൽ. അപ്പോ ജസദൻ ഒരു ശരീരം, ഒരു തടി അവരെ നാം ആക്കിയിട്ടില്ല. എങ്ങനത്തെ ഒരു തടി? ലാ യഅ്കുലൂന തിന്നാത്ത, ഭക്ഷണം തിന്നാത്ത ഒരു തടിയായിട്ട് നാം അവരാക്കിയിട്ടില്ല. വമാ കാനു ഖാലിദീൻ, വമാ കാനു അവർ ആയിരുന്നതുമില്ല, ഖാലിദീൻ നിത്യവാസികൾ, മരിക്കാത്തവർ ആയിരുന്നുമില്ല. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ നബിമാരെ റസൂലുമാരെ ഒരു തിന്നാത്ത കുടിക്കാത്ത ഒരു ശരീരമായി, ഇങ്ങനെ ഒരു ബോഡി ആയിട്ട് എങ്ങനെ അല്ലാഹ് എന്ത് ചെയ്തിട്ടില്ല? ഇറക്കിയിട്ടില്ല. അപ്പൊ നാം അവരെ ഭക്ഷണം കഴിക്കാത്ത ശരീരങ്ങൾ ആക്കിയിട്ടുമില്ല. അപ്പൊ ലോകത്ത് നിയോഗിക്കപ്പെട്ട, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെല്ലാം അവര് ഒരു ജസദ് അല്ല, അങ്ങനെ തിന്നാത്ത കുടിക്കാത്ത ഒരു ശരീരമായിട്ട് അല്ലാഹ് എന്ത് ചെയ്തിട്ടില്ല? അയച്ചിട്ടില്ല. ശരിക്കും അല്ലാഹ് എന്ത് ചെയ്യാണ്? മനുഷ്യന്മാരിലേക്ക് നബിമാരായിട്ട് സെലക്ട് ചെയ്തതും നിയോഗിച്ചതും അവരെ മനുഷ്യന്മാരെ തന്നെയാണ്. അപ്പൊ വ്യക്തമായി കൊടുക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല. എല്ലാ നബിമാരും വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉള്ള, ഭക്ഷിക്കുന്ന കുടിക്കുന്നവരാണ് അവർ. അപ്പൊ നബി അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാര്യമാരുള്ളവരാണ്, കുട്ടികളുള്ളവരാണ് ആര്? നബിമാര്. അപ്പൊ ഇവരുടെ ഭാഷയിൽ ഇതൊന്നും പറ്റൂല എന്നാണ്, കുടിക്കാൻ പറ്റൂല, തിന്നാൻ പറ്റൂല, ഇതൊന്നും ചെയ്യാത്ത ഒരാളാണ് നബിയാകേണ്ടതെന്നൊക്കെയാണ് അവരുടെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുർ റഅദിലെ 38-ാമത്തെ ആയത്തിൽ അത് പറയുന്നുണ്ട്. സൂറത്തുർ റഅദിലെ 38-ാമത്തെ ആയത്ത്, 13-ാം അധ്യായം 38, അതിൽ പറയുന്നുണ്ട്, വലഖദ് അർസൽനാ റുസുലം മിൻ ഖബ്ലിക വജഅൽനാ ലഹും അസ്വാജൻ വദുരിയ്യ
വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക്, താങ്കൾക്ക് മുമ്പ് ഒരു റസൂലിനെയും നാം അയച്ചിരിക്കുന്നത്. വജഅൽനാ ലഹും അസ്വാജം വദുർരിയ, അവർക്ക് ഭാര്യമാരെയും സന്താനങ്ങളെയും നാം നൽകിയിട്ടുണ്ട്. വമാ കാന ലിറസൂലിൻ അൻ യഅതിയ ബിആയത്തിൻ ഇല്ലാ ബിഇദ്നില്ലാ ലികുല്ലി അജലിൻ കിതാബ്, അല്ലാഹുവിന്റെ അനുമതിയോടെ അല്ലാതെ യാതൊരു ആയത്തും അവർക്ക് കൊണ്ടുവരാനാവില്ല. അപ്പൊ മുൻകഴിഞ്ഞ നബിമാരൊക്കെ അവർക്ക് ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, അവർക്ക് അള്ളാഹിന്റെ ഒരു അനുമതി ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റൂല, ഒരായത്തോ അവർ കൊണ്ടുവന്നിട്ടുമില്ല. അള്ളാഹിന്റെ ഇതിനോടുകൂടെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ മനുഷ്യരാണ് നബിമാർ, അവിടെ ഇല്ല റിജാൽ എന്നാണ് പറഞ്ഞത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മനുഷ്യർ എന്നല്ല പറഞ്ഞ, പിന്നെ പുരുഷന്മാർ എന്നാണ് പറഞ്ഞത്. റജുലുൻ ജംആണ് റിജാല്, പുരുഷന്മാർ, ആണുങ്ങളെയാണ് നബിമാരാക്കി. എന്തിനാണ് അത് അങ്ങനെ തന്നെ പറഞ്ഞത്, മനുഷ്യർ എന്ന് പറയാതെ? അപ്പൊ സ്ത്രീകൾ എന്താകൂല, അതങ്ങോട്ട് ഒരു വിഷയം പറഞ്ഞപ്പോ അതൊന്നും കൂടി എന്ത് ചെയ്തു, ഡീപ്പായിട്ട് അങ്ങോട്ട് പറഞ്ഞു. സ്ത്രീകൾ എന്താകൂല, പെണ്ണുങ്ങന്മാര് ഒരു സമുദായത്തിലും നബിമാരായിട്ട് വന്നിട്ടില്ല. അപ്പോ നബിമാരായി വന്നതൊക്കെ പുരുഷന്മാരാണ്. സ്ത്രീ സമൂഹത്തിൽ നിന്ന് നബിയായിട്ട് ആരും വന്നിട്ടില്ല. അപ്പോ പിന്നെ നബിയായി മനുഷ്യ സമൂഹത്തില് ഒരു മലക്കും വന്നിട്ടില്ല എന്നുള്ളത് വ്യത്യസ്ത ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കുന്നു. ഇത് കൃത്യമായി അറിയുന്നവർ യഹൂദികളും നസാറാക്കളുമാകുന്ന വേദക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർ മനുഷ്യരായിരുന്നു എന്നുള്ളത് നിങ്ങൾ മക്കയിലെ വേദക്കാരോട് ചോദിച്ചു പഠിക്കണം എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഇനി ഒരു മലക്കിന് അല്ലാഹ് അയക്കുമായിരുന്നെങ്കിൽ, ഇനി ചില സങ്കല്പങ്ങൾ പറയാണ്, അയച്ചിട്ടില്ല. ഇനി അയക്കാണെങ്കിൽ അള്ളാഹു എങ്ങനെയുള്ള ആളുകളെയാണ് അയക്കുക? മലക്കിനെ തന്നെ ഇനിയിപ്പോ നബി, ഈ മനുഷ്യന്മാരിലേക്ക് അല്ല ഇനി ഒരു മലക്കിനെ നബിയായിട്ട് നിയോഗിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ തന്നെ മലക്കിനെ മലക്കായിട്ടാണ് അയക്കുക? അല്ല, മനുഷ്യരൂപത്തിലാണ് അയക്കുക. അതും ഖുർആൻ എവിടെയാണ് പറഞ്ഞത്? ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 9-ാമത്തെ ആയത്തിലെ പറയുന്നുണ്ട്, വലൗ ജഅൽനാഹു മലക്കൻ ലജഅൽനാഹു റജുലൻ, ഇനി നാം ഒരു മലക്കിനെ നൂതനായി നിശ്ചയിക്കുകയാണെങ്കിൽ തന്നെ ആ മലക്കിനെയും നാം പുരുഷരൂപത്തിലാക്കുമായിരുന്നു. വലലബസ്നാ അലൈഹിം മാ യൽബിസൂൻ, അങ്ങനെ അവർ ഇപ്പോൾ ആശയക്കുഴപ്പമുണ്ടാകുന്ന വിഷയത്തിൽ അപ്പോഴും അവർക്ക് സംശയമുണ്ടാകുമായിരുന്നു. ഇപ്പൊ അവർ ആശയക്കുഴപ്പത്തിലായല്ലോ, അതേ ആശയക്കുഴപ്പം എപ്പോഴും ഉണ്ടാവും, മലക്കിനയക്കുമ്പോഴും ഉണ്ടാവും. കാരണം എന്താ, മലക്കിനെ മലക്കായിട്ടല്ല അയക്ക, പിന്നെ പുരുഷരൂപത്തിലാണ് അയക്ക. അപ്പോഴും അവർക്ക് സംശയം ഉണ്ടാവും, എന്താണ് പുരുഷരൂപത്തിൽ വന്നത് മലക്കിനയക്കുമ്പോഴും. ഇപ്പൊ മലക്ക് പല സന്ദർഭത്തിൽ മറിയം ബീവിന്റെ അടുത്ത് വന്നു, അല്ലെ? നമ്മളെവിടെയാണ് പഠിക്കണേ? മറിയം ബീവിന്റെ അടുത്ത്. സുഹൃത്തു മറിയമിൽ നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ്. ഒരു ബഷറൻ സവിയ, ഒരു മനുഷ്യനായ രൂപത്തിൽ, ആ ഒരു പുരുഷനായിട്ട് ആണ് എന്ത് ചെയ്യുന്നത്, മറിയം ബീവിന്റെ മുമ്പിൽ ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെടുന്നതൊക്കെ. അപ്പോ അതായിരുന്നു അവരുടെ വിമർശനങ്ങൾ. അപ്പോ ഈ വിമർശനങ്ങളൊക്കെ അവർക്ക് എന്താണ്, അല്ലാഹു സുബ്ഹാനഹു വതആല ഇതൊരു അബദ്ധമാണ്, ഇതൊരു പൊള്ളവാദമാണ്, അതായത് ഒരു മലക്കായി കൂടായിരുന്നോ എന്ന വിമർശനം, അത് തീർത്തും ഒരു പൊള്ളവാദമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ പോയിന്റുകൾ വെച്ച് സമർത്ഥിക്കുകയാണ്. ഇനി മലക്കുകൾ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. അവരെ യഥാർത്ഥ രൂപത്തിൽ വന്നാല് ഇനിയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇനി മലക്കുകളുടെ യഥാർത്ഥ രൂപത്തിൽ മനുഷ്യന്മാരിലേക്ക് വന്നു എന്ന് കൂട്ടാം, അവരായിട്ട് മനുഷ്യന്മാരെങ്ങനെയാണ് ഡീൽ ചെയ്യുക, ഇടപെടാൻ കഴിയുക, സഹവസിക്കാൻ എങ്ങനെ കഴിയും, എങ്ങനെയാണ് സംശയങ്ങൾ ചോദിച്ചു പഠിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മലക്കിനെ കണ്ട രൂപങ്ങളെ ഹദീസിലുണ്ട്. വിയർത്തു റസൂൽ, അങ്ങനെ ഇതായി എന്നൊക്കെ, അങ്ങനെ ആകാശം മുട്ട നിൽക്കുന്ന മലക്കുകളെ കണ്ടു. അപ്പൊ മലക്കുകൾ വന്ന ഇങ്ങനത്തെ കുറെ ഇടപെടാനുള്ള പ്രശ്നങ്ങളുണ്ട്. അല്ലാഹ് ഓരോ കാര്യം, ഇത് തഫ്സീറിൽ ഇങ്ങനെ ദീർഘമായി ഓരോ പോയിന്റുകൾ വെച്ചിട്ട് മക്കയിലെ നിഷേധികൾ വെച്ച ഈ ആരോപണത്തെ എന്ത് ചെയ്യാണ്, പൊളിക്കാണ്. സംശയങ്ങൾ ചോദിക്കാൻ പറ്റൂല, ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റൂല. മാത്രമല്ല അവർക്ക് പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കാൻ പറ്റും. മലക്കാവുമ്പോ അത് മലക്കല്ലേ ചെയ്യണത്, മനുഷ്യന്മാർക്ക് അതൊന്നും നടക്കൂല എന്ന് പറയാം. പക്ഷെ ഇതാരാ ചെയ്ത് കാണിച്ചു കൊടുക്കണത്? പോയിന്റ് മനസ്സിലാക്കണേ. ആരാ ചെയ്ത് കാണിച്ചു കൊടുക്കണത്? രാത്രി നിസ്കരിക്കണത് ഒരു മനുഷ്യനായ ഒരു റസൂലാണ്. അപ്പൊ നമുക്ക് പറയുന്നത് കയ്യൂല എന്ന് പറയാൻ പറ്റില്ല, കാരണം ഒരു മനുഷ്യൻ ചെയ്ത് കാണിച്ചു തരാണ്. ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുമെന്നത് പ്രവാചക ജീവിതത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാണ്, മാതൃകകൾ പഠിക്കാൻ പറ്റുകയാണ്. അപ്പൊ വേറൊരു സൃഷ്ടിയാണെങ്കിൽ ഇതൊന്നും എന്ത് ചെയ്യൂല, ഇവിടെ നടക്കൂല. അതേപോലെ തന്നെ നമ്മള് സൂറത്തുൽ അൻആമിലെ ആയത്ത് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണെന്ത്, നമ്മളിൽ നിന്നു തന്നെയുള്ള, മനുഷ്യരിൽ നിന്നു തന്നെയുള്ള ഒരു പ്രവാചകൻ അയച്ചു. സൂറത്തു ആലു ഇമ്രാനിലെ
പിന്നെ ആയത്താണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. അവരിൽ നിന്നു തന്നെയുള്ള ഒരു റസൂലിനെ അയക്കുക വഴി അവർക്ക് അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് റഹ്മത്ത് അനുഗ്രഹം ചെയ്തിരിക്കുന്നു. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം. അവർക്ക് ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെടുന്നു, അവർക്ക് അവരെ സംസ്കരിക്കുന്നു, അവർക്ക് കിതാബുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പൊ ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഒരു വലിയ അനുഗ്രഹമാണ്. സൂറത്ത് ആൽ ഇംറാനിലെ 164-ാമത്തെ ആയത്താണ്. അപ്പൊ ഭൂമിയിൽ മലക്കുകളാണ് ജീവിക്കുന്നതെങ്കിൽ അവർക്ക് ഇതൊന്നും സാധിക്കൂല എന്നാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ അല്ല അയച്ചത്, പിന്നെ മുഹമ്മദ് എന്ന മനുഷ്യനെയാണ് അയച്ചത്. ഈസ അലൈഹിസ്സലാം എന്ന മനുഷ്യനെയാണ് അയച്ചത്. മൂസ അലൈഹിസ്സലാം എന്ന മനുഷ്യനെയാണ് അയച്ചത്. നൂഹ് നബി അലൈഹിസ്സലാമെയാണ് അയച്ചത്. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ന്യായം നിരത്തി പഠിപ്പിക്കുകയാണ്. അപ്പൊ മനുഷ്യന്റെ കഴിവിൽപ്പെടാത്തതൊന്നും അല്ലാഹു എന്ത് ചെയ്തിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ കഴിയുന്ന കാര്യങ്ങളെ കൽപ്പിച്ചിട്ടുള്ളൂ. സാധാരണ നമ്മൾ പറയും ഇതൊന്നും എന്നെ കൊണ്ടാകൂല എന്നൊക്കെ പറയില്ലേ. നമ്മളെ കൊണ്ട് പറ്റണ പരിപാടിയല്ല, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റണ പരിപാടിയാണ് എന്ന് അല്ലാഹു എന്ത് ചെയ്തു, നബിമാരെ അയച്ച് അവരുടെ ചെയ്തികളിലൂടെ എന്ത് ചെയ്തു, കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്യാണ്, ഈ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പൊ അവര് പറഞ്ഞ ഈ ന്യായങ്ങൾക്കെല്ലാം കൃത്യമായ ഒരു വിവരണമാണ് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ആയത്തുകളും നമുക്ക് ഇതിൻ്റെ തഫ്സീറുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. നമ്മുടെ സമയത്തിൻ്റെ പരിമിതി നമുക്കുണ്ട്. പ്രവാചകന്മാർ മുഴുവൻ അവർ പുരുഷന്മാരാണ് എന്നതിന് വേറെയും ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റും. എല്ലാവരും മരണപ്പെടുന്നവരുമാണ്. അപ്പോൾ പ്രവാചകന്മാരുടെ പ്രത്യേകതയാണ് ഇതൊക്കെ. ഈ കാര്യങ്ങളൊക്കെ അവർ നമ്മളെപ്പോലുള്ള ഒരാൾ എങ്ങനെയാണ് പ്രവാചകനാവുക? അവർ ചോദിച്ച മറ്റൊരു ചോദ്യമാണ് മാലി ഹാദർ റസൂൽ, ഇതെന്തൊരു റസൂലാണ്, യഅ്കുലു ത്വആം വയംശി ഫിൽ അസ്വാഖ്, ഭക്ഷണം കഴിക്കുന്നു, അങ്ങാടിയിലൂടെ നടക്കുന്നു, ലൗലാ ഉൻസില ഇലൈഹി മലക്കുൻ, എന്തുകൊണ്ടൊരു മലക്കിനെ ഞങ്ങൾക്ക് ഇറക്കി തന്നില്ല എന്ന അവരുടെ ചോദ്യം. അതേപോലെ സൂറത്തുൽ ഇസ്രായിലും ഇതേ ചോദ്യങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ മലക്കുകൾ ഭക്ഷണം കഴിക്കാത്തവരാണ്, അവർ വന്ന് നോമ്പെടുക്കാൻ കൽപ്പിച്ചാൽ ഭക്ഷണം ആവശ്യമുള്ള മനുഷ്യൻ അത് അംഗീകരിക്കണമെന്നില്ല. മലക്കുകളെ സാധാരണ നിലക്ക് കാണാൻ കഴിയില്ല, പ്രവാചകൻ കാണുമ്പോൾ തന്നെ വിയർക്കുമായിരുന്നു. ഭൂമിയിലുള്ളവർ മനുഷ്യരായതുകൊണ്ടാണ് അള്ളാഹു പ്രവാചകന്മാരായി മനുഷ്യരെ നിയമിച്ചത്. ഇനി മലക്കാണെങ്കിലോ, ലോകത്ത് മുഴുവൻ മലക്കുകളാണ്. അങ്ങനെയാണെങ്കിൽ മനുഷ്യന്മാരെ അയക്കൂല. അള്ളാഹ് ആരെയാണ് അയക്കുക? മലക്കിനെയാണ് അയക്കുക. മനുഷ്യന്മാരായതുകൊണ്ടാണ് മനുഷ്യന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരായി നിയോഗിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 8, 9 പിന്നെ 7, 8 ആയത്തുകൾ നമ്മൾ പ്രത്യേകം പഠിക്കണം. എന്താണ് ഇവർ മുന്നോട്ട് വെച്ച വലിയ ഒരു ആരോപണത്തെ എന്ത് ചെയ്യാണ്, ആ പൊള്ളവാദത്തെ പോയിന്റുകൾ വെച്ച് അല്ലാഹു എന്ത് ചെയ്തു, കൃത്യമായി സമർത്ഥിക്കുകയാണ്. നമുക്ക് ആ ഭാഗം ഒന്നുകൂടി എന്ത് ചെയ്യാം, ഒന്നുകൂടി നോക്കുക. പിന്നെ നമ്മൾ 6-ാമത്തെ ആയത്ത് മുതൽ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. മാ ആമനത്, വിശ്വസിച്ചിട്ടില്ല, ഖബ്ലഹും, ഇവരുടെ മുമ്പ്, മിൻ ഖറിയത്തിൻ, ഒരു നാടും ഒരു നാട്ടുകാരും, അഹ്ലക്നാഹ, നാം അതിനെ അവരെ നശിപ്പിച്ചിരിക്കുന്നു, അഫഹും യുഅ്മിനൂൻ, എന്നിരിക്കെ ഇവരുണ്ടോ വിശ്വസിക്കുന്നു, വമാ അർസൽന, നാം അയച്ചിട്ടില്ല, ഖബ്ലക, താങ്കൾക്ക് മുമ്പ്, ഇല്ലാ റിജാലൻ, പുരുഷന്മാരെ അല്ലാതെ, നൂഹി ഇലൈഹിം, അവരിലേക്ക് നാം വഹീ നൽകിയിരിക്കുന്നു, ഫസ്അലൂ, നിങ്ങൾ ചോദിച്ചു നോക്കുവീൻ, അഹ്ല ദിക്ർ, വേദക്കാരോട്, ഇൻ കുന്തും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിയാത്തവരാകുന്നുവെങ്കിൽ, വമാ ജഅൽനാഹും, നാം അവരെ ആക്കിയിട്ടില്ല, ജസദൻ, ഒരു ശരീരം, ഒരു തടി, ലാ യഅ്കുലൂന ത്വആമ, ഭക്ഷണം തിന്നാത്ത, വമാ കാനൂ, അവർ ആയിരുന്നതുമില്ല, ഖാലിദീൻ, ശാശ്വതന്മാർ. അപ്പൊ ആ 3 ആയത്തുകൾ ഒന്നും കൂടി നമുക്ക് ഒന്നിച്ചോതി നോക്കിയിട്ട് അവസാനിപ്പിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. മാ ആമനത് ഖബ്ലഹും മിൻ ഖർയത്തിൻ അഹ്ലക്നാഹാ അഫഹും യുഅ്മിനൂൻ വമാ അർസൽനാ ഖബ്ലക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം ഫസ്അലൂ അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ വമാ ജഅൽനാഹും ജസദൻ ലാ യഅ്കുലൂന അത്ത്വആമ വമാ കാനൂ ഖാലിദീൻ
അല്ലാഹു സുബ്ഹാനഹു വതആല കൂടുതൽ പഠിക്കാനും പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും ഉൾക്കൊള്ളാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇരുത്തം അല്ലാഹു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു അവർക്കെല്ലാം ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, വിശ്വാസികൾ, അല്ലാഹു ഇനി അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم إنا نسألك الجنة. اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.